നിങ്ങൾ കുഞ്ഞിന് ഫോൺ കൊടുക്കുന്ന ആ 5 മിനിറ്റ് അത് അവരെ ശാന്തരാക്കുന്നില്ല, മറിച്ച് അവന്റെ തലച്ചോറിനെ തന്നെ മാറ്റുകയാണ്. കുട്ടികൾക്ക് ടിവിയോ ഫോണോ കൊടുക്കുമ്പോൾ അത് അവരുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? അതുപോലെ അവരെ ഈ അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മറ്റുള്ള നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ നമുക്കെങ്ങനെ സഹായിക്കാം ഇന്ന് നമുക്ക് നോക്കാം. വൈകുന്നേരം നമ്മുടെയെല്ലാം വീടുകളിൽ സാധാരണയായി നടക്കുന്ന ഒരു കാഴ്ച, അടുക്കളയിൽ ജോലി തിരക്കിനിടയിൽപ്പെട്ട് വേവലാതിപ്പെട്ട് നിൽക്കുന്ന അമ്മയും അപ്പുറത്ത് ജോലി കഴിഞ്ഞു വന്ന് ക്ഷീണിച്ചു നിൽക്കുന്ന അച്ഛനും. ആ ഒരു നേരത്തെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ നമ്മൾ കണ്ടെത്തുന്ന എളുപ്പ വഴിയാണ് കുഞ്ഞിന്റെ കയ്യിലെ ഫോൺ അല്ലെങ്കിൽ ടിവിയിലെ കാർട്ടൂൺ. കുട്ടികൾ സ്ക്രീനിന് മുന്നിലിരിക്കുമ്പോൾ അവരുടെ ചുറ്റുമുള്ള ലോകം പോലും അവർ മറന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇതിന് പിന്നിൽ തലച്ചോറിലെ ഡോപ്പമൈൻ എന്ന രാസവസ്തുവാണ്. സന്തോഷം, ആവേശം, ഒരു സമ്മാനം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഈ രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സ്ക്രീനിലെ ഓരോ സെക്കൻഡിലും മിന്നിമറയുന്ന നിറങ്ങൾ, പെട്ടെന്നുള്ള ശബ്ദങ്ങൾ, വേഗത്തിലുള്ള അനിമേഷനുകൾ എന്നിവ കുട്ടിയുടെ തലച്ചോറിലെ ഈ റിവാർഡ് സിസ്റ്റത്തെ അതിവേഗം ഉത്തേജിപ്പിക്കുന്നു. എന്നാൽ യഥാർത്ഥ ലോകത്തെ കാര്യങ്ങൾ ഇത്ര വേഗത്തിലല്ല നടക്കുന്നത്. ഉദാഹരണത്തിന്, മുറ്റത്ത് കാറ്റിലാടുന്ന ഒരു മരം നോക്കി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ തറയിലിരുന്ന് മരക്കട്ടകൾ വെച്ച് ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴോ ഈ ഡോപ്പമൈൻ വളരെ പതുക്കെ മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. സ്ക്രീനിൽ നിന്ന് ലഭിക്കുന്ന ഈ അതിവേഗ ആവേശവുമായി തലച്ചോർ പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ അവർക്ക് വല്ലാത്ത ബോറടിയായി തോന്നി തുടങ്ങും. തലച്ചോർ എപ്പോഴും സ്ക്രീൻ നൽകുന്ന ആ വലിയ ഡോപ്പമൈൻ ഹിറ്റിനായി കാത്തിരിക്കാൻ തുടങ്ങുകയും ക്രമേണ യാഥാർത്ഥ്യവുമായി കണക്ട് ചെയ്യാനുള്ള കുട്ടിയുടെ കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും. മിക്ക മാതാപിതാക്കളും പറയാറുണ്ട്, ഞങ്ങൾ കുട്ടിക്ക് എപ്പോഴും ഫോൺ നൽകാറില്ല, കൃത്യമായ നിയമങ്ങൾ വീട്ടിലുണ്ട് എന്ന്. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ പാടില്ല, ഉറങ്ങുന്നതിന് മുമ്പ് സ്ക്രീൻ കാണരുത് തുടങ്ങിയ നിയന്ത്രണങ്ങൾ നമ്മൾ വെക്കാറുമുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ നിയമങ്ങൾ പതുക്കെ പതുക്കെ തകരുന്നത്? ഒരു ദിവസം ജോലി കഴിഞ്ഞ് വല്ലാതെ തളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലെ ജോലിക്കിടയിൽ ഒന്ന് ശ്വാസം വിടാൻ പോലും കഴിയാതെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇന്ന് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒരു നേരത്തെ സമാധാനത്തിനായി നമ്മൾ തന്നെ നമ്മുടെ നിയമം തെറ്റിക്കുന്നു. നമ്മൾ ഇതിനെ ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നതെങ്കിലും കുട്ടിയുടെ തലച്ചോർ ഇതിനെ പ്രോസസ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. ഇതൊന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്കൊരു ട്രാഫിക് സിഗ്നലിനെ ഒന്ന് സങ്കല്പിക്കാം. മാതാപിതാക്കൾ ഈ ട്രാഫിക് ലൈറ്റുകൾ പോലെയാണ്. ചുവപ്പ് കത്തിയാൽ വണ്ടി നിർത്തണം എന്നത് ലംഘിക്കാൻ പാടില്ലാത്ത ഒരു നിയമമാണ്. എന്നാൽ ചില ദിവസങ്ങളിൽ നമ്മുടെ സൗകര്യാർത്ഥം ചുവപ്പ് ലൈറ്റ് കത്തുമ്പോഴും നമ്മൾ കുട്ടിയോട് പറയുകയാണ്, സാരമില്ല, ഇന്ന് മാത്രം നീ വണ്ടിയെടുത്തോ എന്ന്. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ തിരക്ക് കാരണം കുട്ടിയൊന്ന് വേഗം ഭക്ഷണം കഴിച്ചു തീർക്കാൻ വേണ്ടി ഫോൺ നൽകുന്നു. ഇത് കുട്ടിയുടെ കുഞ്ഞു തലച്ചോറിൽ കടുത്ത ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. വളർന്നു വരുന്ന കുട്ടികൾക്ക് തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വ്യക്തമായ നിയമങ്ങളും കൃത്യമായ അതിരുകളും ആവശ്യമാണ്. ഒരു കാര്യം അനുവദനീയമാണോ അല്ലയോ എന്നതിൽ അവർക്ക് യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. അതിനാൽ തന്നെ ചിലപ്പോൾ നിയമം ബാധകമാണ്, ചിലപ്പോൾ ബാധകമല്ല എന്ന ഈ അസ്ഥിരത കുട്ടികളിൽ സുരക്ഷിതത്വമില്ലായ്മ ഉണ്ടാക്കുന്നു. അതിരുകൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് തലച്ചോറിന് യാതൊരു നിശ്ചയവും ഇല്ലാതാകുന്നു. റോഡിൽ എപ്പോൾ വേണമെങ്കിലും മാറുന്ന സിഗ്നലുകൾ ഉണ്ടാക്കുന്ന അപകടം പോലെയാണ് കുട്ടിയുടെ മനസ്സിലെ ഈ അവസ്ഥ. നമ്മൾ നൽകുന്ന ഈ വ്യത്യസ്ത സിഗ്നലുകൾ കാരണമാണ് കുട്ടികൾ പിന്നീട് കൂടുതൽ വാശി പിടിക്കുന്നതും നിലവിളിക്കുന്നതും. അവർ വെറുതെ ദേഷ്യപ്പെടുകയല്ല, മറിച്ച് തങ്ങൾക്ക് ചുറ്റുമുള്ള നിയമം എവിടെയാണ് എന്ന് പരീക്ഷിച്ചു കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതിനായി അവർ കൂടുതൽ നിർബന്ധം പിടിക്കും, ഉച്ചത്തിൽ കരയും അല്ലെങ്കിൽ സാധനങ്ങൾ വലിച്ചെറിയും. കാരണം അവർക്ക് ആ ലിമിറ്റ് കൃത്യമായി എവിടെയാണെന്ന് അറിയണം. നമ്മുടെ ഈ അസ്ഥിരതയിലൂടെ കുട്ടികൾ ഒരു അപകടകരമായ പാഠം പഠിച്ചെടുക്കുന്നു. അവരുടെ തലച്ചോർ ഒരു പാറ്റേൺ മനസ്സിലാക്കുന്നു. 5 മിനിറ്റ് കരയുമ്പോൾ ഫോൺ കിട്ടുന്നില്ല, എന്നാൽ 10 മിനിറ്റ് നിലവിളിച്ചാൽ ഫോൺ കിട്ടുന്നുണ്ട്. അങ്ങനെ 10 മിനിറ്റ് കരയുക എന്നത് ഫോൺ കിട്ടാനുള്ള ഒരു വിജയകരമായ തന്ത്രമായി അവരുടെ തലച്ചോർ രേഖപ്പെടുത്തുന്നു. അടുത്ത തവണ അവർ 5 മിനിറ്റിൽ നിർത്താതെ 10 മിനിറ്റോ അതിൽ കൂടുതലോ കരയുന്നത് ഈ തന്ത്രം വിജയിക്കുമെന്ന് അവരുടെ തലച്ചോറിന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഈ ശീലം മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് എക്സ്റ്റൻഷൻ ബേസ്റ്റ്. ഒരു ശീലം പാടെ ഇല്ലാതാകുന്നതിന് തൊട്ട് മുമ്പ് അത് ഏറ്റവും രൂക്ഷമായ രീതിയിൽ പുറത്തുവരുന്ന പ്രതിഭാസമാണിത്. കുട്ടി അലറിക്കരയുമ്പോഴോ തറയിൽ കിടന്നുരുളുമ്പോഴോ നമ്മൾ ദേഷ്യപ്പെടുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത്. ആ സമയത്ത് അവരുടെ തലച്ചോറിലെ അമിഗ്ഡല എന്ന വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം വളരെ സജീവമായതുകൊണ്ട് അവർക്ക് ലോജിക്കലായി ചിന്തിക്കാൻ കഴിയില്ല. പകരം വളരെ ശാന്തമായി എന്നാൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടോടെ ആ സാഹചര്യത്തെ നേരിടണം. ഇവിടെ നീണ്ട ഉപദേശങ്ങൾ നൽകുന്നതും ഗുണം ചെയ്യില്ല എന്ന് നോക്കണം. പകരം സ്നേഹത്തോടെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുക, നിനക്ക് ദേഷ്യവും വിഷമവും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ഫോൺ കിട്ടില്ല. ഇതിനെയാണ് കോ റെഗുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശാന്തത കണ്ട് കുട്ടിയുടെ തലച്ചോറും പതിയെ ശാന്തമാകാൻ തുടങ്ങും. അതായത് അവരുടെ വികാരങ്ങളെ നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു,
അവർക്ക് കരയാനുള്ള സ്പേസ് കൊടുക്കുന്നു, പക്ഷെ നിയമം മാറ്റുന്നില്ല. ഈ ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് വളരെ പവർഫുൾ ആണ്. ഇവിടെ ട്രാഫിക് ലൈറ്റ് എപ്പോഴും കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കുട്ടിക്ക് മനസ്സിലാകും. നിങ്ങളിങ്ങനെ സ്ഥിരതയോടെ നിന്നാൽ കുട്ടിയുടെ തലച്ചോറിൽ ഒരു പുതിയ മാറ്റം സംഭവിക്കും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവരെല്ലാ തന്ത്രങ്ങളും പരീക്ഷിക്കും, പക്ഷേ കുട്ടി പതിയെ അത് അംഗീകരിക്കാനും തുടങ്ങും. കാരണം അവരുടെ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് തലച്ചോർ തിരിച്ചറിയും. അപ്പോൾ തലച്ചോർ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ തുടങ്ങും. തുടർന്ന് അവർ മറ്റൊരു വഴി കണ്ടെത്തും. അവർ ചുറ്റുപാടുകളും നോക്കും. അവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. അവർ വെറുതെ ഇരിക്കും, പിന്നെ നിലത്ത് കിടക്കുന്ന ഒരു പേപ്പർ എടുത്ത് വരക്കാൻ തുടങ്ങും, പഴയ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കും, സ്വന്തം ഭാവന ഉപയോഗിച്ച് പുതിയ കളികൾ കണ്ടുപിടിക്കാൻ തുടങ്ങും. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം വരുന്നത്. സ്ക്രീനില്ലാതെ വരുമ്പോൾ കുട്ടികൾക്ക് ആദ്യം വല്ലാതെ ബോറടിക്കും. നമ്മൾ മാതാപിതാക്കൾക്ക് ഈ ബോറടി കാണുമ്പോൾ വല്ലാത്ത കുറ്റബോധമാണ്. അയ്യോ, എന്റെ കുട്ടിക്ക് കളിക്കാൻ ഒന്നുമില്ലല്ലോ, അവർക്ക് വല്ലാതെ ബോറടിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ വീണ്ടും എന്റർടൈൻ ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ പുതിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കും. പക്ഷെ ഈ ബോറടി എന്നത് ഒരു മോശം കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ കുറ്റബോധം നമ്മൾ ആദ്യം മാറ്റിവെക്കണം. ആ ബോറടി എന്നത് തലച്ചോറിന് വിശ്രമിക്കാനും പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനുമുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെയാണ് കുട്ടിയുടെ തലച്ചോറിന്റെ യഥാർത്ഥ വികാസം നടക്കുന്നത്. സ്ക്രീനിലെ നിരന്തരമായ ആ ഡോപ്പമൈൻ കുത്തൊഴുക്കിൽ നിന്ന് മാറി സ്വന്തമായി കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവരുടെ സർഗാത്മകത, ക്ഷമ, ഏകാഗ്രത എന്നിവയെല്ലാം വളരും. സ്ക്രീനുകൾ നൽകുന്ന റെഡിമെയ്ഡ് വിനോദങ്ങൾക്ക് പകരം അവർ സ്വന്തം വിനോദങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും. തലച്ചോറിൽ പുതിയ ന്യൂറൽ കണക്ഷനുകൾ രൂപപ്പെടുന്നത് ഈ സമയത്താണ്. ഒരു മരക്കട്ട ഒരു കാറായി സങ്കല്പിച്ച് കളിക്കുമ്പോൾ അവരുടെ തലച്ചോറിലെ ഭാവനയുടെ കേന്ദ്രങ്ങൾ സജീവമാകുന്നു. ഇത് ഭാവിയിൽ അവർക്ക് വലിയ ഗുണം ചെയ്യും. നമ്മൾ സ്ഥിരത കാണിക്കുമ്പോൾ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ശാന്തരായി നിൽക്കുമ്പോൾ അവർക്ക് നമ്മളുടെ വിശ്വാസം കൂടും. എന്റെ മാതാപിതാക്കൾക്ക് ഈ സാഹചര്യത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന തോന്നൽ അവർക്ക് വലിയ സമാധാനം നൽകും. ആ വിശ്വാസമാണ് അവരുടെ ആരോഗ്യകരമായ വൈകാരിക വളർച്ചയുടെ അടിസ്ഥാനം. ഒറ്റയടിക്ക് വലിയ മാറ്റങ്ങൾക്ക് ശ്രമിക്കരുത്, അത് നടക്കില്ല. പകരം ഇന്നൊരു ചെറിയ നിയമം ഉണ്ടാക്കി നോക്കൂ. ഉദാഹരണത്തിന്, ഭക്ഷണം കഴിക്കുമ്പോൾ സ്ക്രീൻ ഇല്ല എന്നൊരു നിയമം ഉണ്ടാകും. എന്നിട്ട് എന്തു വന്നാലും, കുട്ടി എത്ര കരഞ്ഞാലും അതിൽ വളരെ ശാന്തമായി ഉറച്ചു നിൽക്കുക. കുട്ടി ദേഷ്യപ്പെട്ടാലും നിങ്ങളുടെ സ്നേഹവും ശാന്തതയും കൈവിടാതിരിക്കുക. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ കുട്ടി ആ ബോറടി അതിജീവിച്ച് ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞു കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത് മറ്റു മാതാപിതാക്കൾക്കും ഒരു വലിയ പ്രചോദനമാകും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു.